തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയം ഇടതുമുന്നണിക്ക് തന്നെയായിരിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് സെക്യുലർ ലയന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് സെക്യുലർ ലയന സമ്മേളനം ബുധനാഴ്ച കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 1975 മുതലുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് തുടരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ദുഃഖഭംഗിരമായ സമരമുഖങ്ങളില്ലാതെ അത് അംഗീകരിക്കുന്നു നമ്മുടെ നാട്ടുകാരെക്കുള്ള രോഗം. അതുകൊണ്ടാണ് ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധിജി അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനിച്ചത്. ഇതിനപ്പുറത്ത് എന്താണ് അംഗീകാരം ഗാന്ധിക്ക് മഹാരാജ് ലഭിക്കാനുള്ളത്? ലോകമഹായുദ്ധമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന സമാധാനകാംക്ഷികൾ, വെടിമരുന്നിന്റെയും ഇരക്കത്തിന്റെയും അരിമസയിലേക്ക് ഇനിയും സഞ്ചരിക്കാൻ പാടില്ല സമാധാനകാംക്ഷികൾ, അവർ ആഗ്രഹിക്കുന്നു അഹിംസയുടെ മാർഗം. ആ അഹിംസയുടെ മാർഗം ചിന്തിക്കുമ്പോൾ ആരാണ് അഹിംസയുടെ മഹാമൂർത്തിയായി നിൽക്കുന്നത്? സത്യസ്വരൂപം. അതിനെല്ലാം അതിജീവിക്കുന്ന വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വിജയം ഇടതുമുന്നണിക്ക് തന്നെയായിരിക്കുമെന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പാർട്ടി ചെയർമാൻ കെ ടി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി സത്യചന്ദ്രൻ, സി എച്ച് നാരായണൻ, കെ എം കെ ബാലകൃഷ്ണൻ, കെ ശോഭന, എ കെ വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ്